ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ എക്സാമിന് റിപ്പീറ്റായിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ഈ ടോപ്പിക്കുകളിലെ ക്വസ്റ്റ്യൻസ് പഠിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ കണ്ടീഷണൽ പ്രോബബിലിറ്റി, ബൈവറേറ്റ് ഡിസ്ട്രിബ്യൂഷൻ, മാത്തമാറ്റിക്കൽ എക്സ്പെക്റ്റേഷൻ ഈ ടോപ്പിക്കിലെ ചെയ്തിട്ടേക്കുന്ന എല്ലാ പ്രോബ്ലംസും നിങ്ങൾ ചെയ്ത് പഠിച്ചതിന് ശേഷം വേണം ഇതിനകത്തെ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കാനായിട്ട്. ഇത് റിപ്പീറ്റായിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ മാത്രമേ ഇവിടെ സോൾവ് ചെയ്ത് കാണിക്കുന്നുള്ളൂ. ആ ടോപ്പിക്ക് എന്നത് നമ്മൾ നേരത്തെ ഓൾറെഡി പഠിച്ച കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷനകത്തെയും ബൈവറേറ്റ് ഡിസ്ട്രിബ്യൂഷനകത്തെയും പ്രോബ്ലംസും ഒക്കെ അതിൽ നിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതിനകത്ത് എല്ലാ പ്രോബ്ലംസും ചെയ്ത് പഠിച്ചതിന് ശേഷം വേണം ഇത് പഠിക്കാനായിട്ട്. അതിനകത്തെ പ്രോബ്ലംസ് സ്കിപ്പ് ചെയ്തിട്ട് ഇത് മാത്രം കണ്ടുകൊണ്ട് പരീക്ഷയ്ക്ക് പോകരുത്, നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റത്തില്ല കേട്ടോ. നോക്കിയട്ടെ, എക്സാമിന് ചോദിച്ചിട്ടുള്ള 1 മാർക്കിൻ്റെ ഒരു ഡെഫിനേഷനാണിത്. ഡിസ്ക്രൈബ് കണ്ടീഷണൽ മീൻ ഓർ കണ്ടീഷണൽ എക്സ്പെക്റ്റേഷൻ. കണ്ടീഷണൽ മീനിൻ്റെ കണ്ടീഷണൽ എക്സ്പെക്റ്റിൻ്റെ ഡെഫിനിഷൻ പറയാനാണ്. അതേപോലെ ഷോ ദാറ്റ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഗിവൺ ബൈ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ആണെന്ന് തെളിയിക്കാനായിട്ട്. കണ്ടീഷണൽ മീനിനെ നമ്മൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഗിവൺ വൈ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഗിവൺ വൈ കാണാൻ 2 ഇക്വേഷൻ ആണുള്ളത്. ഒന്നുകിൽ സിഗ്മ എക്സ് പി ഓഫ് എക്സ് ഗിവൺ വൈ കണ്ടുപിടിക്കുക, അത് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിന്റെ കേസിലാണ്. ഇനി കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണെങ്കിൽ ഇന്റഗ്രൽ ഓവർ എക്സ് എഫ് ഓഫ് എക്സ് വൈ അല്ലെങ്കിൽ പി ഓഫ് എക്സ് വൈ ആയിരിക്കും. അപ്പം എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഗിവൺ വൈയുടെ ഡെഫിനിഷൻ ഒന്നുകിൽ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണെങ്കിൽ സമ്മേഷൻ എക്സ് പി ഓഫ് എക്സ് വൈ ആയിരിക്കും. റാൻഡം വേരിയബിൾ കണ്ടിന്യൂസ് ആണെങ്കിൽ ഇന്റഗ്രൽ ഓവർ എക്സ് പി ഓഫ് എക്സ് വൈ ആയിരിക്കും. ഓക്കെ, നമുക്കിനി തെളിയിക്കാൻ ചോദിച്ചിരിക്കുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ബൈ വൈ ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ആണെന്ന് തെളിയിക്കണം. അതിനുവേണ്ടി നമ്മൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഗിവൺ വൈയെ ജി ഓഫ് വൈ എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അപ്പം എക്സ്പെക്റ്റേഷൻ ഓഫ് ജി ഓഫ് വൈ വരുന്നു. എക്സ്പെക്റ്റേഷൻ ഓഫ് ജി ഓഫ് വൈ കാണാനുള്ള ഡെഫിനിഷൻ സമ്മേഷൻ ജി ഓഫ് വൈ ഇൻറ്റു പി ഓഫ് വൈ ആയിരിക്കും. അപ്പോൾ സമ്മേഷൻ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഗിവൺ വൈ ഇൻറ്റു പി ഓഫ് വൈ വരും. ഇതിനെ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്നാണ്. അപ്പം നമുക്ക് LHS ഈക്വൽ ടു RHS കിട്ടി. ഓക്കെ ആണല്ലോ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അതേപോലെ ഡിഫൈൻ കണ്ടീഷണൽ വേരിയൻസ് ഓഫ് എ റാൻഡം വേരിയബിൾ. ഇതും 1 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എക്സ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണെങ്കിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർഡ് ഗിവൺ എ ആപ്ലിക്കേഷൻ ഇന്റഗ്രൽ ഓവർ എക്സ് സ്ക്വയർഡ് എഫ് ഓഫ് എക്സ് ഗിവൺ ഗെ ഇൻറ്റു ഡി എക്സ് ആയിരിക്കും. ഇത് നേരത്തെ ഒരു പ്രോബ്ലം ചെയ്ത ക്ലാസ്സിൽ ഞാൻ ഈ ഡെഫിനിഷൻ പറഞ്ഞതാണ്. അങ്ങനെയാണെങ്കിൽ വേരിയൻസ് ഓഫ് എക്സ് ഗിവൺ എ ഇസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർഡ് ഗിവൺ എ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഗിവൺ എ ദ ഹോൾ സ്ക്വയർഡ് ആയിരിക്കും. എക്സ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണെങ്കിലാണ് ഈ ഡെഫിനിഷൻ ഉപയോഗിക്കുന്നത്. ഇനി എക്സ് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണെങ്കിൽ ഇന്റഗ്രൽ മാറ്റി അവിടെ എന്ത് കൊടുക്കണം, സമ്മേഷൻ കൊടുക്കണം. ഓക്കെ ആണല്ലോ. 2 ഡെഫിനിഷനും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, ഓരോ മാർക്കിന്റെ ക്വസ്റ്റ്യൻ. അതേപോലെ എക്സാമിന് ചോദിച്ചിട്ടുള്ള അടുത്തൊരു ഡെഫിനേഷനാണ് ഡിഫൈൻ മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ ഓഫ് എ റാൻഡം വേരിയബിൾ. മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ ഓഫ് എ റാൻഡം വേരിയബിൾ mx ഓഫ് ടി ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് ഇ റേസ് ടു ടി എക്സ് ആണ്. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണെങ്കിൽ സിഗ്മ ഇ റേസ് ടു ടി എക്സ് ഇൻറ്റു പി ഓഫ് എക്സും കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണെങ്കിൽ ഇന്റഗ്രൽ ഇ റേസ് ടു ടി ഓഫ് എക്സ് ടി എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. മൊമെന്റ് ജനറേറ്റീവ് ഫംഗ്ഷന്റെ ഡെഫിനിഷൻ പഠിക്കുമ്പോൾ അതേപോലെ നമ്മളോട് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റൻ ആണ് ക്യാരക്ടറിസ്റ്റിക്സ് ഫംഗ്ഷന്റെ ഡെഫിനിഷൻ ചോദിച്ചിട്ടുണ്ട് 1 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ട്. ഓക്കെ, ഇനിയും അടുത്ത നോക്കിയിട്ട് അടുത്ത എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ് എക്സിനും വൈക്കും എന്താണ് ജോയിൻ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് കോമ വൈ ഈക്വൽ ടു എക്സ് പ്ലസ് 2y ഡിവൈഡഡ് ബൈ 18 തന്നിട്ടുണ്ട്. എക്സിന്റെ വാല്യൂ 1,2, വൈയുടെ വാല്യൂ 1,2 കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത് എന്താണ് കോറിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ആദ്യം എന്താണ് കോറിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ എന്ന് നോക്കിയട്ടെ. കോറിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വൈ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ആണ്. ഓക്കെ, കോറിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ എന്ന് പറഞ്ഞാൽ എന്താണ് കോറിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ഈക്വൽ ടു കോറിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ എന്ന് പറഞ്ഞാൽ കോവേരിയൻസ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ നമ്മൾ നേരത്തെ ഒരു ഡെഫിനിഷൻ പഠിച്ചാണ് കോവേരിയൻസ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ആണ്. മനസ്സിലായല്ലോ. അതാണ് കോറിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ കാണാനുള്ള ഡെഫിനിഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് കോറിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യം കോവേരിയൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ കണ്ടുപിടിക്കണം. പിന്നെ സിഗ്മ എക്സ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈയും കാണണം. അപ്പൊ എന്താണ് കോവേരിയൻസ് ഓഫ് എക്സ് വൈ എന്നുള്ള ഡെഫിനിഷൻ നോക്കുക. എന്താണ് കോവേരിയൻസ് ഓഫ് എക്സ് വൈ എന്നുള്ള ഡെഫിനിഷൻ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വൈ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ. അപ്പോൾ കോവേരിയൻസ് ഓഫ് എക്സ് വൈ കണ്ടുപിടിക്കണമെങ്കിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വൈ കാണണം, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സും കാണണം, എക്സ്പെക്റ്റേഷൻ ഓഫ് വൈയും കാണണം. ഓക്കെ, അപ്പം ആദ്യം നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം.
അപ്പം നമുക്ക് തന്നിരിക്കുന്നത് ഏത് വേരിയബിളാ? എക്സ് ഈക്വൽ ടു 1,2 വൈ ഇസ് ഈക്വൽ ടു 1,2 ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണ്. അപ്പം നമുക്ക് ആദ്യം കോറിലേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി മീനും വേരിയൻസും കോവേരിയൻസും കണ്ടുപിടിക്കണം. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് കണ്ടുപിടിക്കാം. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സമ്മേഷൻ എക്സ് ഈക്വൽ ടു എക്സിന്റെ വാല്യൂ 1ഉം 2ഉം ആണ്. സമ്മേഷൻ വൈ ഇസ് ഈക്വൽ ടു 1 to 2 ആണ്. എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2y ഡിവൈഡഡ് ബൈ 18. നമ്മുടെ എഫ് ഓഫ് എക്സ് വൈ തന്നേക്കുന്നത് നോക്കിയട്ടെ. എക്സ് പ്ലസ് 2y ഡിവൈഡഡ് ബൈ 18 അല്ലേ. അപ്പം എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ആണെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കുന്ന ഡെഫിനിഷൻ? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണെങ്കിൽ സമ്മേഷൻ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് കോമ വൈ എന്നാണ് നമ്മൾ ഡെഫിനിഷൻ പഠിച്ചിരിക്കുന്നത്. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈ എന്താണ്? എഫ് ഓഫ് എക്സ് വൈ നമുക്ക് തന്നിട്ടുണ്ട് എക്സ് പ്ലസ് 2y ഡിവൈഡഡ് ബൈ 18 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, എക്സ് പ്ലസ് 2y ഡിവൈഡഡ് ബൈ 18 ആണ്. അപ്പൊ സമ്മേഷൻ എക്സ് ഈക്വൽ ടു 1 to 2 വരും, വൈ ഈസ് ഈക്വൽ ടു 1 to 2 വരും. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു 1 പ്ലസ് 2 ഇൻറ്റു ഡിവൈഡഡ് ബൈ 18 വരും, പ്ലസ് 1 ഇൻറ്റു 1 പ്ലസ് 2 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 18 വരും. അതായത് എക്സിന്റെ വാല്യൂ 1 ആകുമ്പോൾ വൈയുടെ വാല്യൂ എന്താണ്? 1ഉം വരും 2ഉം വരും. ഓക്കെ ആണല്ലോ. എക്സിന്റെ വാല്യൂ എത്രയാണ്? എക്സിന്റെ വാല്യൂ എന്താണ്? രണ്ട് കേസിലും 1 ആയിട്ട് എടുക്കാം. വൈക്ക് ആദ്യം 1 കൊടുക്കുക, പിന്നെ വൈക്ക് എത്ര കൊടുക്കുക? 2 കൊടുക്കുക. അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഡൗട്ട് ഇല്ലല്ലോ. ഇനി അതേപോലെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എക്സ്പെക്ടേഷൻ ഓഫ് വൈ കാണാം. എക്സ്പെക്ടേഷൻ ഓഫ് വൈ കാണാനുള്ള ഇക്വേഷൻ തന്നെ എക്സ്പെക്ടേഷൻ ഓഫ് വൈ ഈസ് ഈക്വൽ ടു സമ്മേഷൻ വൈ ഇൻറ്റു എന്ത് വരും? എഫ് ഓഫ് എക്സ് വൈ വരും. അപ്പം സിഗ്മ എക്സ് ഈക്വൽ ടു 1 to 2 ആണ് എക്സിന്റെ വാല്യൂ. ഇനി സമ്മേഷൻ വൈ ഓഫ് വൈ ഇസ് ഈക്വൽ ടു 1 to 2 വരും, വൈ ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈ. എഫ് ഓഫ് എക്സ് വൈ എത്രയാണ്? എക്സ് പ്ലസ് 2y ഡിവൈഡഡ് ബൈ 18 വരും. ഓക്കെ ആണല്ലോ. അവിടെ വൈയുടെ വാല്യൂ എത്ര എടുക്കും നമ്മള്? വൈയുടെ വാല്യൂ 1 എടുക്കുമ്പോൾ എക്സിന്റെ വാല്യൂ ഏതൊക്കെയാകാം? എക്സിന്റെ വാല്യൂ 1ഉം 2ഉം വരും. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു വരും വൈയുടെ വാല്യൂ 1 എടുക്കുമ്പോൾ വൈ 1 ഇൻറ്റു 1 പ്ലസ് 2y അല്ലെ, 1 ഇൻറ്റു എക്സിന്റെ വാല്യൂ 1 എടുക്കും, 1 പ്ലസ് 2 ഡിവൈഡഡ് ബൈ 18 വരും. ആദ്യം എക്സും 1 വൈയും 1 എടുക്കുന്നു, പ്ലസ് എന്താണ്? അല്ലെ സോറി, വൈ 1 വൈയും 1 എക്സും 1. ഇനി വൈ 1 ആകുമ്പോൾ എക്സ് എത്രയാകുന്നു? 2 ആകുന്നു. ഓക്കെ, അപ്പൊ 2 പ്ലസ് 2 ഡിവൈഡ് ബൈ 18 വരും. ഓക്കെ ആണല്ലോ. മനസ്സിലായോ? അതായത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എടുക്കുമ്പോൾ എക്സിന്റെ വാല്യൂ എത്ര എടുക്കുന്നത്? 1 ആണ്. എക്സിന്റെ വാല്യൂ 1 ആകുമ്പോൾ വൈക്ക് 1ഉം കൊടുക്കണം, വൈക്ക് 2ഉം കൊടുക്കണം. എക്സ്പെക്ടേഷൻ ഓഫ് വൈ എടുക്കുമ്പോഴോ എക്സ്പെക്ടേഷൻ ഓഫ് വൈ എഴുതുമ്പോൾ വൈയുടെ വാല്യൂ 1 ആണ്, എക്സിന്റെ വാല്യൂ വൈ 1 ആകുമ്പോൾ എക്സ് 1 ആകുമ്പോഴും കൊടുക്കണം, എക്സിന് എത്ര കൊടുക്കണം? 2 കൊടുക്കണം. ഓക്കെ ആണല്ലോ. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു 1 പ്ലസ് 2 ബൈ 18 വരും, പിന്നെ 1 ഇൻറ്റു 2 പ്ലസ് 2 ബൈ 18 വരും. 2 പ്ലസ് 2 എത്ര? അല്ല 2 പ്ലസ് 1 3 ആണ്, ഇത് 3 ബൈ 18 വരും. ഇതോ ഇത് 2 പ്ലസ് 4 ആണ്, 4 ബൈ 18 വരും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? തീർന്നില്ലല്ലോ. വൈയുടെ വാല്യൂ 1 ആകുമ്പോൾ എക്സിന്റെ വാല്യൂ 1ഉം 2 വരും. ഇനി എന്താണ്? ഇനി വൈയുടെ വാല്യൂ 2 ആകുമ്പോൾ എക്സിന്റെ വാല്യൂ ഏത് കൊടുക്കണം? എക്സിന്റെ വാല്യൂ 1ഉം എക്സിന്റെ വാല്യൂ 2ഉം കൊടുക്കണം. ബാക്കി സ്റ്റെപ്പ് എഴുതിയില്ലേ? അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് അടുത്ത് എന്ത് വരും? വൈയുടെ വാല്യൂ 2 കൊടുക്കുന്നു. വൈയുടെ വാല്യൂ 2 ആകുമ്പോൾ എക്സിന്റെ വാല്യൂ എത്ര കൊടുക്കുന്നു? എക്സിന്റെ വാല്യൂ 1. അപ്പൊ 1 പ്ലസ് വൈ 2 ആണ്, 2 ഇൻറ്റു 2 4 ബൈ 18 വരും. പ്ലസ് എന്താണ്? വൈയുടെ വാല്യൂ 2 ആണ്, എക്സിന്റെ വാല്യൂ എത്ര വരും? 2 വരും. എക്സിന്റെ വാല്യൂ 2, അപ്പൊ പ്ലസ് 2 ഇൻറ്റു 2 4 ബൈ 18 വരും. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതാണ് 4 പ്ലസ് 1 5 ആണ്, 5 ഇൻറ്റു 2 10 ആണ്, അപ്പൊ പ്ലസ് എന്ത് വരും? 10 ബൈ 18 വരും. ഓക്കെ, അടുത്തത് 4 പ്ലസ് 2 6 ആണ്, 6 ഇൻറ്റു 2 12 ബൈ 18 വരും. ഓക്കെ, 18 കോമൺ ഡിനോമിനേറ്റർ ആണ്. ന്യൂമറേറ്റർ സം ചെയ്യുമ്പോഴോ 10ഉം 12ഉം 22, 22ഉം 4ഉം 26, 3ഉം 29. 29 ബൈ 18 ആൻസർ വന്നു. ഓക്കെ ആണല്ലോ. അപ്പം ആദ്യം വൈക്ക് 1 കൊടുക്കാം, എക്സിന് 1ഉം 2 ആയിട്ട് ചേഞ്ച് ചെയ്യുന്നു. ആ രണ്ട് സമ്മാണ് ഇതായി എഴുതിയേക്കുന്നത്. അതിനുശേഷം വൈയുടെ വാല്യൂ 2 ആക്കുന്നു, അപ്പം എക്സിന്റെ വാല്യൂ വീണ്ടും എത്രയാക്കുന്നു? 1ഉം 2 ആകുമ്പോൾ സം ഇതാണ്. ഇത് 4ഉം കൂടെ ആഡ് ചെയ്യുന്നതാണ് എക്സ്പെക്ടേഷൻ ഓഫ് വൈ. ഓക്കെ, അപ്പൊ ഇവിടെയും സ്റ്റെപ്പ് ഉണ്ടായിരുന്നേ. എക്സിന്റെ വാല്യൂ 1 ആകുമ്പോൾ വൈയുടെ വാല്യൂ 1ഉം 2 ആകുന്ന സമ്മേ, പിന്നോ എക്സിന്റെ വാല്യൂ 2 കൊടുക്കുന്നു, അപ്പോഴും വൈ എന്താക്കി ചേഞ്ച് ചെയ്യുന്നു? വൈയുടെ വാല്യൂ 1ഉം 2 ആക്കുന്നു. ഓക്കെ, എക്സിന്റെ വാല്യൂ 1 ആകുമ്പോൾ വൈയുടെ വാല്യൂ 1ഉം 2 ആകുന്ന സം ഇത്, പ്ലസ് എക്സിന്റെ വാല്യൂ 2 ആകുമ്പോൾ വൈയുടെ വാല്യൂ 1ഉം 2 ആകുന്ന സം ഇതാണ്. അതിന്റെ മൊത്തത്തിലുള്ള സമ്മാണ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്. ഓക്കെ ആണല്ലോ. അപ്പൊ എക്സ്പെക്ടേഷൻ ഓഫ് എക്സും എക്സ്പെക്ടേഷൻ ഓഫ് വൈയും കിട്ടി. ഇനി എന്തോ കണ്ടുപിടിക്കണ്ടേ?
ഇനി നമുക്ക് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർഡും എക്സ്പെക്ടേഷൻ ഓഫ് വൈ സ്ക്വയർഡും കണ്ടുപിടിക്കണം. അപ്പം ഇതേ രീതിയിൽ ഒന്ന് പറഞ്ഞ സ്റ്റെപ്പ്, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, സമ്മേഷൻ എക്സ് സ്ക്വയർഡ് ഇൻറ്റു എന്താണ് എഫ് ഓഫ് എക്സ് കോമ വൈ ആണ്. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ എക്സ് സ്ക്വയർഡ് ഇൻറ്റു എഫ് ഓഫ് എക്സ് കോമ വൈ എന്താണ്, എക്സ് പ്ലസ് 2y ഡിവൈഡഡ് ബൈ 18 വരും. ഓക്കെ, ഇവിടെ നമ്മൾ എങ്ങനെയാ കൊടുക്കേണ്ടത്, ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം എക്സിന്റെ വാല്യൂ എത്ര എടുക്കണം, എക്സിന്റെ വാല്യൂ 1 എടുക്കുമ്പോൾ വൈയുടെ വാല്യൂ എന്ത് വരും, വൈയുടെ വാല്യൂ 1ഉം 2ഉം കൊടുത്തെഴുതണം. പിന്നെ എക്സിന്റെ വാല്യൂ 2 എടുക്കുമ്പോഴോ വൈയുടെ വാല്യൂ 1ഉം 2ഉം കൊടുത്തെഴുതണം. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തുവരും, എക്സിന്റെ വാല്യൂ 1 ആവുമ്പോൾ 1 സ്ക്വയർഡ് 1 ആണ്, ഇൻറ്റു എന്ത് വരും 1 + 2y അല്ലെ. അപ്പൊ എക്സിന്റെ വാല്യൂ 1, വൈയുടെ വാല്യൂ 1 ആണ്, 2 + 1 3 വരും. അപ്പൊ 3/18 വരും ആദ്യത്തെ ടേം, രണ്ടും 1 ആണെങ്കിൽ 3/18 വരും. ഇനി അടുത്ത എന്താണ്, x1ഉം y2ഉം കൊടുക്കണം. y2 ആവുമ്പോൾ ഇത് 2 × 2 4, 4 + 1 5 ആണ്, ഇത് 5 തന്നെയാണ്. അപ്പൊ എത്ര വരും, 5/18 വരും. ഓക്കെ, ഇനി അടുത്ത എന്താണ്, x2ഉം y1ഉം. അപ്പം x2ഉം y1, y1 ആണ്, ഇത് 2 × 1 2 ആണ്, ഇത് 2 + 2 4 വരും. 4 × 2 സ്ക്വയർഡ്, 2 സ്ക്വയർഡ് 4 അല്ലേ. അപ്പം 4 × 4 16/18 വരും. ഓക്കെ, ഇനി എക്സിന്റെ വാല്യൂ 2, വൈയുടെ വാല്യൂ 2, വൈയുടെ വാല്യൂ 2 ആകുമ്പോൾ ഇത് 2 × 2 4, ഇത് 4 + 2 6 വരും, 6 × 4 വരും അല്ലെ. 6 × 4 എത്രയാണ്, 6 × 4 24 വരും. ഓക്കെ, ബൈ 18 വരും. ക്ലിയർ ആയല്ലോ. അപ്പൊ ഇവിടെ കോമൺ ഡിനോമിനേറ്റർ 18 ആണ്, ന്യൂമറേറ്റർ എന്ത് ചെയ്യാം, പ്ലസ് ചെയ്യാം. ന്യൂമറേറ്റർ പ്ലസ് ചെയ്യുമ്പോൾ എത്ര വരും, 3 + 5 18 വരും അല്ലെ. 3 + 5 18 പ്ലസ് എത്രയാണ്, പ്ലസ് 16 വരും. 16 + 24 എത്ര വരും, 48 വരും. ഇതാ 48/18 വന്നു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർഡ്. ഓക്കെ, ഇനി അടുത്തത് എന്താ കണ്ടുപിടിക്കേണ്ടത്, അപ്പം എക്സ്പെക്ടേഷൻ ഓഫ് വൈ സ്ക്വയർഡ് അല്ലേ. എന്ത് മാറ്റം സംഭവിക്കുന്നു, ഇവിടുത്തെ എക്സ് മാറ്റി എന്താക്കണം, വൈ സ്ക്വയർഡ് ആക്കുന്നു. സമ്മേഷൻ ഇവിടെ എന്ത് കൊടുക്കണം, വൈ സ്ക്വയർഡ് ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈ കൊടുക്കണം. ഇവിടെയും എങ്ങനെ മാറ്റണം, വൈ സ്ക്വയർഡ് ഇൻറ്റു എക്സ് പ്ലസ് 2y/18 ആവും. ഇനി എന്ത് മാറ്റമാണ്, വൈയുടെ വാല്യൂ 1 ആകുമ്പോൾ എക്സിന്റെ വാല്യൂ എങ്ങനെ ചേഞ്ച് ചെയ്യണം, 1ഉം 2ഉം ആക്കണം. ഇനി വൈയുടെ വാല്യൂ 2 ആകുമ്പോഴോ എക്സിന്റെ വാല്യൂ എന്ത് ചേഞ്ചസ് കൊടുക്കും, 1ഉം 2ഉം കൊടുക്കും. ഓക്കെ, അപ്പൊ എങ്ങനെ വരും സമ്മേഷൻ, വൈയുടെ വാല്യൂ 1 ആകും, വൈയുടെ വാല്യൂ 1 ആകുമ്പോൾ ഇത് 1 സ്ക്വയർഡ് അല്ലേ. എക്സിന് 1ഉം വൈക്ക് 2ഉം കൊടുക്കുമ്പോഴോ എക്സിന് 1ഉം വൈക്ക് 2. അപ്പൊ ഇവിടെ 2 × 2 4, 4 + 1 5 വരും. 5 × 1 സ്ക്വയർഡ് 1 സ്ക്വയർഡ് വരുമ്പോൾ 5/18 വരും ആദ്യത്തെ ടേം. ഇനി എന്താണ്, വൈയുടെ വാല്യൂ 1ഉം എക്സിന്റെ വാല്യൂ 2ഉം കൊടുക്കണം. അപ്പൊ എക്സിന്റെ വാല്യൂ 2, വൈയുടെ വാല്യൂ 1. അപ്പൊ ഇത് 2 ആണ്, ഇത് 2 ആണ്. അപ്പൊ 2 + 2 4 വരും, 4/18 വരും. ഓക്കെ ആണല്ലോ. അതായത് എക്സിന്റെ വാല്യൂ 2, അപ്പൊ ഇവിടെ 2 വരും, വൈയുടെ വാല്യൂ 1 ആണ്, 2 + 2 4/18. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ വരേണ്ടത്, y 2 ആകുമ്പോൾ x 1 വരുന്നു. x 1 ആകുമ്പോൾ എന്താ, ഇതാണ് y 2 അല്ലേ. അപ്പൊ 2 × 2 4 വരും, ഇവിടെ 4 + 1 5 ആണ്, 5 × 4 വരും. 5 × 4 എത്ര വരും, 20 വരും. അപ്പൊ 20/18 വരും. ഇനിയോ y × x × x 2 ആണ്, ഇത് 2, ഇത് 2 × 2 4. അപ്പം 4 + 2 എത്ര വരും, 4 + 2 6, 6 × 4 വരും അല്ലെ. 2 സ്ക്വയർഡ് 4, 6 × 4 എത്ര വരും, 24/18 വരും. അപ്പൊ നോക്കിയാട്ടെ, 24/18 ആകുമ്പോൾ എത്ര വരും സമ്മേ, കോമൺ ഡിനോമിനേറ്റർ 18 അല്ലേ. അപ്പൊ 20 കോമൺ ഡിനോമിനേറ്റർ 18 ആകുമ്പോൾ ന്യൂമറേറ്റർ പ്ലസ് ചെയ്താൽ മതിയല്ലോ. അപ്പൊ 20 + 24 + 5 + 4 വരും അല്ലെ. അപ്പൊ എത്ര വരും ആൻസർ, ആൻസർ 53/18 ആണ്. ഇവിടെ നമ്മൾ എഴുതിയേക്കുന്ന ആൻസർ 51/18 ആണ്. എവിടെയെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടോ എന്നൊന്ന് നോക്കിക്കോണേ. അതായത് വൈയുടെ വാല്യൂ 1ഉം എക്സിന്റെ വാല്യൂ 1ഉം ആകുന്ന ആദ്യത്തെ കേസ്. അപ്പൊ എന്തോരും, y 1ഉം x 1ഉം ആകുമ്പോൾ ഇത് 2 ആണ്, ഇത് 2 + 1 ആണ് അല്ലെ. 2 + 1 3 ആണ് അല്ലെ. അപ്പൊ ഇവിടെ 3/18 ആണ് വരുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ 3/18 വരും. ഓക്കെ, അപ്പം 3/18 വരും. അതേപോലെ ഇവിടെ 5/18 ആവും കേട്ടോ. ഇവിടെ 5/18 ആണെന്ന് തോന്നുന്നു. നോക്കിയേ, ഇവിടെ അപ്പൊ ന്യൂമറേറ്റർ സം ചെയ്യുമ്പം 24 + 20 + 3 അവിടെ 3 + 1 ഇവിടെ ശരിയാ, ഇവിടെ 4 തന്നെയാണ്, ഇവിടെ 4 തന്നെയാണ്, മറ്റേടത്ത് 5. ബാക്കി ശരിയാണ്. ഓക്കെ, കാരണം ഇവിടെ 4 വരാന് എക്സിന്റെ വൈയുടെ വാല്യൂ 1, എക്സിന്റെ വാല്യൂ 2. അപ്പൊ എക്സിന്റെ വാല്യൂ 2 ആകുമ്പോൾ ഇത് 2 ആണ്, ഇത് 2 + 1 3 ആണ് അല്ലേ.
വൈയുടെ വാല്യൂ എക്സിന്റെ വാല്യൂ 2, അപ്പോൾ ഇത് 2 വരും, ഇതിന് 2 + 2 4 ആവും, അപ്പോൾ 4/8. ഓക്കെ, അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർഡും എക്സ്പെക്ടേഷൻ ഓഫ് വൈ സ്ക്വയർഡും കിട്ടി. ഓക്കെ, ഇനിയും നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? വേരിയൻ. ഇപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്, എക്സ്പെക്ടേഷൻ ഓഫ് വൈ സ്ക്വയർഡ് ഇതെല്ലാം കിട്ടിയല്ലോ. അപ്പം എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് കിട്ടി 28/18, ഇതെല്ലാം കിട്ടി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? വേരിയൻസ് ഓഫ് എക്സും വേരിയൻസ് ഓഫ് വൈ. വേരിയൻസ് ഓഫ് എക്സ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? വേരിയൻസ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർഡ് മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സിന്റെ ഹോൾ സ്ക്വയർഡ് ആണ് വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർഡ് മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർഡ്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇതാ ഇവിടെ കിടപ്പുണ്ട്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർഡ് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർഡിൽ നിന്നും എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർഡ് മൈനസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? വേരിയൻസ് ഓഫ് എക്സ് കിട്ടും. അതേപോലെ എന്ത് ചെയ്യാം നമുക്ക്? എക്സ്പെക്ടേഷൻ ഓഫ് വൈ സ്ക്വയർഡ് മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് വൈ ദ ഹോൾ സ്ക്വയർഡ്, അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വേരിയൻസ് ഓഫ് വൈയും കിട്ടി. ഓക്കെ ആണല്ലോ. അങ്ങനെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർഡും എക്സ്പെക്ടേഷൻ ഓഫ് വൈ സ്ക്വയർഡും വേരിയൻസ് ഓഫ് എക്സും കണ്ടുപിടിച്ചു, വേരിയൻസ് ഓഫ് വൈയും കണ്ടുപിടിച്ചു. ഓക്കെ ആണല്ലോ. വേരിയൻസ് ഓഫ് എക്സ് കിട്ടുന്നതിന്റെ റൂട്ടാണ് സിഗ്മ എക്സ് എന്ന് പറയുന്നത്. സിഗ്മ എക്സ് എന്താണ്? സിഗ്മ എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് വേരിയൻസ് എക്സ് ആണ്. എന്താണോ വേരിയൻസ് ഓഫ് എക്സ് കിട്ടുന്നത്, അതാ ഇവിടെ 20/18 കിട്ടി, അതിന്റെ റൂട്ട്, അതായത് റൂട്ട് ഓഫ് 20/18 എന്ന് പറയുന്നതാണ് സിഗ്മ എക്സ്. അതേപോലെ സിഗ്മ വൈ എന്താണ്? സിഗ്മ വൈ എന്ന് പറയുന്നത് വേരിയൻസ് ഓഫ് വൈയുടെ റൂട്ടാണ്, റൂട്ട് ഓഫ് വേരിയൻസ് ഓഫ് വൈ. ഇവിടെ വേരിയൻസ് ഓഫ് വൈ 77/324 കിട്ടി, അപ്പോൾ റൂട്ട് ഓഫ് 77/324 കിട്ടി സിഗ്മ വൈ. അപ്പോൾ സിഗ്മ എക്സും സിഗ്മ വൈയും കണ്ടുപിടിച്ച് വെച്ചു. ഇനിയും നമുക്ക് കോവേരിയൻസ് കണ്ടുപിടിക്കണമെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൈ കണ്ടുപിടിക്കണം. അപ്പം എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൈ എന്താണ്? ഒന്നും മാറ്റമില്ല. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൈ ഈക്വൽ ടു സമ്മേഷൻ എക്സ് വൈ ഇൻറ്റു എന്ത് വരും? എഫ് ഓഫ് എക്സ് വൈ വരും. സമ്മേഷൻ എക്സ് വൈ ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈ വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് വൈ ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈ എന്താണ്? എക്സ് പ്ലസ് 2y ഡിവൈഡഡ് ബൈ 18 വരും. എങ്ങനെ കാണുന്നതെന്ന് പറഞ്ഞിട്ട് ആദ്യം എക്സിന് എത്ര കൊടുക്കണം? 1 കൊടുക്കണം. അപ്പം വൈ എന്തൊക്കെ ചേഞ്ചസ് കൊടുക്കണം? വൈക്ക് 1 കൊടുക്കുന്ന ഇക്വേഷനും വൈക്ക് 2 കൊടുക്കുന്ന ഇക്വേഷനും. പിന്നെ എക്സിന് എത്ര കൊടുക്കണം? 2 കൊടുക്കണം. അപ്പോഴും വൈ എന്തായിട്ട് മാറും? വൈ ഈസ് ഈക്വൽ ടു 1, വൈ ഈസ് ഈക്വൽ ടു 2. ഇതാ എക്സിന് 1 കൊടുക്കുന്നു, അപ്പം വൈ 1 × 2 ആയി. ഇതാണ്ട് പിന്നെ എക്സിന് 2 കൊടുത്തു, വൈയും 1 × 2 ആയി. ഇതിന്റെ മൊത്തത്തിലുള്ള സമ്മാണ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്. അത് നിങ്ങൾക്ക് ചെയ്യാമല്ലോ. സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൈ ഈക്വൽ ടു 45/18 കിട്ടി. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? കോവേരിയൻസ് ഓഫ് എക്സ് വൈ. അതിന്റെ എല്ലാം വാല്യൂ ഉണ്ട്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൈ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് വൈ, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കോവേരിയൻസ് ഓഫ് എക്സ് വൈ കിട്ടി. ഓക്കെ ആണല്ലോ. ശരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് കോറിലേഷൻ ആണ്. കോറിലേഷൻ കാണാനുള്ള ഇക്വേഷൻ കോവേരിയൻസ് ഓഫ് എക്സ് വൈ ബൈ സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ, അതും കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലോ. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇക്വേഷനായി. ഓക്കെ, ഇത് SI പാർട്ടിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ആകെ ഒരേ ഒരു കാര്യമേ കാണാനുള്ളൂ, കോറിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ കാണാനേ ഉള്ളൂ. പക്ഷേ കോറിലേഷൻ കാണണമെങ്കിൽ കോറിലേഷൻ ഇക്വേഷൻ ആദ്യം ഓർക്കുക. കോവേരിയൻസ് ഓഫ് എക്സ് വൈ ബൈ സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ആണ്. അപ്പോൾ കോവേരിയൻസ് ഓഫ് എക്സ് വൈ കാണാനുള്ള ഇക്വേഷൻ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൈ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സും, പിന്നെ സിഗ്മ എക്സ് എന്ന് പറഞ്ഞാൽ വേരിയൻസ് ഓഫ് എക്സിന്റെ റൂട്ടാണ്, സിഗ്മ വൈ എന്ന് പറഞ്ഞാൽ വേരിയൻസ് ഓഫ് വൈയുടെ റൂട്ടാണ്. അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് കാണണം, എക്സ്പെക്ടേഷൻ ഓഫ് വൈ, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൈ, വേരിയൻസ് എക്സ്, വേരിയൻസ് വൈ എല്ലാം കണ്ടുപിടിച്ച് സിംപ്ലിഫൈ ചെയ്യുക റിസൾട്ടോ. ഓക്കെ, ബാക്കി 3-4 ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ എങ്കിൽ